ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്ന് ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. എന്താണെന്നല്ലേ, നമുക്കിന്നൊരു ജോലി കിട്ടിക്കുകയാണ് ഗൈസ്. അത് തന്നെ പോലീസ് ഗൈസ്. നമ്മളൊരു ACP ആയിട്ടാണ് ഗൈസ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അവിടെ ACPന് ആവശ്യമുണ്ട് പറഞ്ഞപ്പോൾ നമ്മളങ്ങ് കയറി ഗൈസ്. പിന്നെ നമ്മളെയാണ് സെലക്ട് ചെയ്തത്. ഇതിനു മുന്നേ നമ്മൾ ഗാങ്സ്റ്റർ ആയിരുന്നു ഗൈസ്. ഇപ്പം നമ്മൾ പോലീസായി. ഞാനാണ് പുതിയ ACP. സാർ. ഇവിടെ ഇപ്പോൾ അധികം കേസൊന്നും വന്നിട്ടില്ലല്ലോ? ഇല്ല സാർ. ഇനി എന്തെങ്കിലും കേസ് വരാൻ കാത്തിരിക്കുകയാണ് ഞാൻ. ഓക്കെ സാർ. ഇവൻ എന്താ എല്ലാത്തിനും എന്നെ സാറ് നോട്ടി വിളിക്കണേ? എന്തേലും ആവട്ടെ, നമുക്ക് വേഗം പോവാ ഗൈസ്. ഞാൻ പിന്നെ ACP അല്ലേ, അതാകുമ്പോൾ എനിക്ക് എന്ത് വേണമെങ്കിൽ കാട്ടാലോ. അങ്ങനെയല്ല, കുറ്റകൃത്യങ്ങളൊന്നുമല്ല. ഇനി ഞാനിവിടെ രാജാവിനെ പോലെ കിടന്ന് വാഴും. അതുപോലെയൊന്നല്ല ഗൈസ്, നമുക്ക് ഈ വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യാം. നമ്മൾ പിന്നെ വലിയൊരു പോലീസല്ലേ, അതുകൊണ്ട് നമുക്ക് മോഡിഫൈ ചെയ്യാം ഗൈസ്. നമുക്ക് വേഗം പോവാം. ഈ ഒരു കളർ അടിപൊളിയായിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് കുറ്റം പറയാൻ വന്നാൽ അവരെ നമുക്ക് ഇടിച്ചിടാലോ. നമുക്കിനി വേഗം എവിടെയെങ്കിലും പോയി ചെക്ക് പോസ്റ്റിൽ നിൽക്കണം പോലെ നിൽക്കുക ഗൈസ്. വണ്ടിയൊക്കെ നോക്കാമെന്നേ, വേറൊരു പണിയില്ല. കേസ് എന്തെങ്കിലും വന്നാൽ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് SI. നമുക്ക് ഇവിടെ നിൽക്കാം. അല്ലേ വേണ്ട ഗൈസ്, ഇവിടെ അധികം വണ്ടികളൊന്നും വരുന്നില്ല. നമുക്ക് ഒരു കാര്യം, ഇവിടെ നിൽക്കാം. ഇവിടെ നിർത്തട്ടെ. ഇതൊരു അടിപൊളി സ്ഥലം തന്നെയാണ്. നമ്പർ പ്ലേറ്റ് ഉണ്ട്. വിട്ടോ. താങ്ക് യു സാർ. അവന് താങ്ക് യു പറയാൻ മാത്രം ഇറങ്ങിപ്പോടാ. നീയും പോയിക്കോ. ഇതെന്താ ഗൈസ്, ഇവരൊക്കെ ഇങ്ങനെ ചെതറിച്ചോടണ. മാരുതി സുസുക്കിക്കാരാ ഇയാൾ വണ്ടി നിർത്തൂല ചത്താലും. ഈ ബസ് നോക്കട്ടെ, ഈ ബസ്സൊക്കെ നോക്കാം ഗൈസ്. നമുക്ക് ഇനി എന്തായാലും ഇറങ്ങി പോവാം ഗൈസ്. നമുക്കിനി വേഗം എങ്ങോട്ടെങ്കിലൊക്കെ പോവാം. വേഗം അങ്ങോട്ട് വിടാം ഗൈസ്. നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം ഗൈസ്. അല്ലെങ്കിൽ കുറച്ച് നേരം എനിക്കും വേണ്ട ഗൈസ് റെസ്റ്റ്. ഇത്ര നേരം വെയിലത്ത് നിന്നീലേ. നമുക്ക് എന്തായാലും പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റാം ഗൈസ്. നമ്മളിപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇത് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടാനുള്ള ഡ്രസ്സാണ് ഗൈസ്. ഗൈസ്, നല്ല തണുപ്പുണ്ട്. വെയിലൊക്കെ കാണാനുണ്ട്, എന്നാലും ഇവിടെ നല്ല തണുപ്പാട്ടോ. അതെന്തായാലും കുറച്ച് നേരം പോയിക്കോളൂ ഗൈസ്. കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു വെയിലങ്ങിട്ട് വരും. ഇപ്പം നല്ല മഴയൊക്കെയാണ്, പിന്നെ അതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട്. സ്വിമ്മിംഗ് പൂളൊക്കെ നിറഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഓരോ കോള് വന്നിരുന്നു, ഇവിടെ എന്തോ ഒരു കൊലപാതകം എന്തോ നടന്നു. നമുക്ക് വേറെ ഡ്രസ്സ് മാറ്റി പോവാം ഗൈസ്. നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ട്. നമുക്ക് വേഗം വണ്ടി എടുത്ത് പോവാം. ഫെലിക്സേ, ഞാൻ പോവാട്ടോ. ഓക്കെ. നീ വീണ്ടും പോവാ? ഞാൻ വരാം കുറച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ ഗൈസ്, നമ്മൾ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫെലിക്സ് ഇപ്പോൾ ഏകദേശം ഒറ്റക്കായിട്ടുണ്ട് ഗൈസ്. ഇവിടെയാണ് നടന്നത്. ഇവിടെ ഫുൾ പോലീസുകാർ വളഞ്ഞുണ്ട്. എവിടെയുള്ള ബോഡി? അവിടെയുണ്ട് സാർ. ഇവന്മാരേതാ പൊട്ടന്മാർ? ഇതാരടോ? ഇവരാണ് സാക്ഷികൾ. എന്ത് സാക്ഷികൾ? അല്ല സാർ, നമ്മൾ സാക്ഷി പറഞ്ഞിട്ട് ബോഡി ആദ്യം കണ്ടത്. ഇതാണോ ബോഡി? ഇതൊരു പോലീസുകാരനല്ലേ? അതൊരു പോലീസുകാരൻ തന്നെ. നിങ്ങൾ എന്ത് ഉണ്ട വിഴുങ്ങിയിരിക്കാടോ? ബോഡി മോർച്ചറിയിലേക്ക് അയച്ചിട്ടേ ബാക്കി എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്തേക്ക്. ഓക്കെ സാർ, അതൊക്കെ ഞങ്ങൾ ചെയ്തോളാം. നമുക്ക് വേഗം എന്തായാലും പോവുക ഗൈസ്. നമുക്കിനി ഇവിടെ നിന്നിട്ട് അധികം കാര്യങ്ങളൊന്നുമില്ല ഗൈസ്. പോലീസുകാരനൊക്കെ കൊന്നിടാൻ മാത്രമേ ഏത് കരുത്തുള്ളവനാണ് ഗൈസ് പോലീസുകാരൻ പറഞ്ഞാൽ. അയാൾ എന്തിനാ അവിടെ പോയി ഇരുന്നതെന്ന് പോലും അറിയില്ല. ഒരു പോലീസുകാരൻ എന്തിനാണ് ഗൈസ് അവിടെ പോയി ഇരിക്കുന്നത്? ഹലോ ACP. യെസ് സാർ. നമ്മുടെ ഒരു സ്ഥലത്ത് മർഡർ നടന്നിട്ടുണ്ട്. ഞാൻ ലൊക്കേഷൻ വിട്ടുതരാം. ഒരു പോലീസുകാരൻ തന്നെയാണോ, വേഗം പോടോ. ഓക്കെ സാർ. ഗൈസ്, വീണ്ടും കൊലയാ? ഇത് എന്തുട്ടാണ് ഗൈസ്? നമുക്ക് വേഗം പോവാ. ഇവിടെയാണോടോ? ആരാ ആദ്യം കണ്ടത്? സാർ, ഞാൻ തന്നെ ആദ്യം കണ്ടത്. ഇതൊരു പോലീസുകാരൻ തന്നെയാണല്ലോ. ഇതെന്താണോ ഇത്? എനിക്കറിയില്ല സാർ. പോലീസുകാരെ മാത്രം തെരഞ്ഞു പിടിച്ച് കൊല്ലുന്ന ഒരു സീരിയൽ കില്ലർ. ജനം മൊത്തം ഇളകിയിരിക്കുകയാണ്. ഇനി എന്താ ചെയ്യുക? ആൾക്കാർക്കൊക്കെ പേടി വന്നുകൊണ്ടിരിക്കുകയാണ്. അവരെ ഓരോരുത്തരെ വീട്ടിലും ഒന്നി നടക്കുമെന്ന പേടി. പോലീസുകാരെ മാത്രം കൊല്ലുന്നുള്ളൂ. ഇനി നാളെ ആൾക്കാരെ കൊല്ലുമെന്നറിയില്ല ഗൈസ്. നമുക്ക് വേഗം പോവാം. അവൻ്റെ അടുത്ത് എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവനതൊക്കെ ചെയ്തോളും. നമുക്ക് വേഗം പോവാം ഗൈസ്. ഇവിടെ ഫുൾ കൊലപാതകമാണ്. നമുക്ക് എന്തായാലും വേഗം പോവുക. ഈ ഫാക്ടറി അതൊക്കെ പണിയെടുക്കുന്ന സ്ഥലമാണ്. അതെന്തേലും ആവട്ടെ ഗൈസ്, ഞാനെന്തിനാ അതൊക്കെ പറയുന്നത്? നമുക്ക് വേഗം ഇവിടെ നിർത്താം. ഒരു മിനിറ്റ് ഗൈസ്, ആര് വിളിക്കണേ? മിനിറ്റ് ഒന്ന് നോക്കട്ടെ ഇതാരാന്ന്. ഇത് DYSP ആണല്ലോ. എന്താടോ? സാർ, അത് എന്താടോ പറയടൂ. ഒരു കൊലപാതകം കൂടെ. എവിടെയാണ് നടന്നത്? അത് സാർ, ഞാനത് ലൊക്കേഷനായിട്ട് അയക്കാം. താൻ പറയടോ.
പറയാം സാർ, അതൊരു എടാ താൻ എന്താ ഈ കിടന്ന് കളിക്കുന്ന പോലീസ് സ്റ്റേഷനാ സാർ. പോലീസ് സ്റ്റേഷനിൽ കൊലപാതകം നടത്തുന്നോ? യെസ് സാർ. ഗായ്സ് നമുക്ക് ഇപ്പോൾ ആകെ പണി കിട്ടിയിരിക്കുകയാണ്. എന്നാൽ ശരി, താൻ വെച്ചോ. ഓക്കെ സാർ. ഗായ്സ് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് ഗൈസ് കൊലപാതകം നടന്നത്. എന്ത് തേങ്ങയാണ് ഗൈസ്, ആകെ നമുക്ക് പണി കിട്ടിയിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിലാണ് ഗൈസ് കൊല നടന്നത്. അപ്പോൾ അവിടെ എത്ര പോലീസുകാരുണ്ടായിരുന്നു എന്നിട്ട് ആരും കണ്ടില്ലേ? ഓ ഇതാണ് ഗൈസ് ബോഡി. ഇയാൾ ചത്തിട്ടുണ്ട്. എടാ ഇയാൾ എങ്ങനെയാടാ ചത്തേ? അത് അവിടെ സാറുണ്ട്, സാറിനോട് ചോദിച്ചാൽ മതി. എനിക്കറിയില്ല, ഞങ്ങളിപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഞങ്ങളിവിടെ കാവൽ നിൽക്കുക, അവിടെ ആരും കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്തോ? ഗൈസ് നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. എടോ എന്തോ സാർ, എങ്ങനെ നടന്ന കൊലപാതകം? അത് സാർ, അത് ഇയാൾ മുള്ളാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോയതാ. അപ്പം ഇതിൻ്റെ അകത്തില്ലടോ ബാത്റൂം. എന്നിട്ട് അയാൾ എന്തിനാ അങ്ങോട്ട് പോയി? അത് ഞങ്ങൾ പറഞ്ഞാണ് സാർ. എന്നിട്ട് അവർ അങ്ങോട്ട് പോകണം എന്ന് തന്നെ പറഞ്ഞു. ഗൈസ് നമ്മളിപ്പോൾ ഇതാ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു കൊലപാതകം കൂടെ നടന്നു. ഗൈസ് ഞാനാണ് ഫ്രാങ്ക്ലിൻ. എന്നെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ലോസ് ആൻഡോസിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാണെന്നറിയോ? പോലീസുകാരെ കൊല്ലാൻ തന്നെയാണ് ഗൈസ്. അത് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാനിവിടെ വന്നതിൻ്റെ കാര്യം. ഇനി ഓരോ പോലീസുകാരെ കൊല്ലുന്നു, അതിൽ നിന്ന് സുഖം കണ്ടെത്തുന്നു. ഇനി എനിക്ക് മടുത്താലേ ഞാൻ പോകത്തുള്ളൂ ഗൈസ്. നമുക്ക് അടുത്ത ലൊക്കേഷൻ ഉണ്ട്, ആളെ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. ഈ വീട്ടിലാണ് ഒരു വലിയ ACP. അവനാണ് ഗൈസ് ഈ കേസൊക്കെ അന്വേഷിക്കുന്ന വലിയൊരാൾ. ഇനി അവൻ്റെ ജട്ടം കണ്ടിട്ടേ ഞാൻ ഇവിടെ നിന്ന് പോകണുള്ളൂ ഗൈസ്. നമ്മൾ ഇവൻ്റെ 2 വണ്ടിയിലും ബോംബ് വെച്ചിട്ടുണ്ട്. അവൻ എന്തായാലും വന്ന് വണ്ടി കയറുന്നവരെ നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ഗൈസ്. അവനിനി ചാവട്ടെ അങ്ങോട്ട് ഗൈസ്, നമുക്കിവിടെ നിൽക്കാം. ഗൈസ് നമുക്കിനി എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. ഇപ്പം കേസൊക്കെ ഒന്ന് ഇതായിട്ടുണ്ട്. നമുക്ക് എന്തായാലും എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം ഗൈസ്. പോവാം. അയ്യാ ഗൈസ്, ആരാടാ ഇത് ചെയ്തേ? ഗൈസ് അവൻ ചത്തു. നമുക്ക് ഇനി നമ്മുടെ വണ്ടി എടുത്ത് പോവാം. അവൻ എന്തായാലും ചത്തത് കണ്ടു. അങ്ങ് കൊല്ലാൻ പറ്റിയില്ലെന്ന്. ബാക്കിയുള്ള പോലീസുകാരെ നമ്മൾ അങ്ങനെ തന്നെ കൊന്നു. ഗൈസ് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നല്ല നടുവേദന ഒക്കെ ഉണ്ട്. നടു മാത്രമല്ല ഗൈസ്, നല്ല വേദന. നമുക്ക് പോവാം. ഇയാൾക്ക് എന്താ നമ്പർ പ്ലേറ്റ് ഇല്ലേ? ഫൈൻ അടച്ചിട്ട് ഇനി വണ്ടി എടുത്തോട്ടോ. ഞാൻ സ്റ്റേഷനിലേക്ക് എന്തായാലും പോകണം. അയ്യോ എൻ്റെ വണ്ടി നമ്പർ പ്ലേറ്റ് ഇല്ലാണ്ട് കിടന്ന് കരഞ്ഞിട്ടൊരു കാര്യമില്ല. നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടി എടുത്ത് പോവാം. നമ്മുടെ അല്ല, ഏതോ ഒരുത്തൻ്റെ വണ്ടി. നമ്മളിപ്പോൾ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സാറേ, എന്താ സാറിനെ ആക്രമിച്ചു എന്നൊക്കെ അറിഞ്ഞു. എൻ്റെ വീട്ടിലെ CCTV വിഷ്വൽസൊക്കെ കളക്ട് ചെയ്തോടോ? സാർ അതൊക്കെ കളക്ട് ചെയ്താ. ആരാണ് അത്? ലോസ് ആൻജൽസിൽ നിന്ന് ചാടി വന്ന ഫ്രാങ്ക്ലിനാണ്. നമ്മൾ ഒരു വട്ടം ഓടിച്ച് വിട്ടിട്ടല്ലേ ഉള്ളൂ. അവനാണോ? അവൻ തന്നെ ഈ സീരിയൽ കില്ലിങ്ങിനൊക്കെ പിന്നിലെന്നാണ് സാർ തോന്നുന്നത്. അവൻ്റെ സീരിയൽ കില്ലിങ്ങും അല്ലാത്ത കില്ലിങ്ങൊക്കെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഗൈസ് നമ്മളിനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആ ഫ്രാങ്ക്ലിൻ്റെ സ്കോർപ്പിയോൻ്റെ ലൊക്കേഷനൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. ഈ ഫാക്ടറിയിലാണ് ഗൈസ് കാണിച്ചത്. ഫാക്ടറിയിലൊക്കെ വേറെ ഇവൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല. നമ്മൾ ഇവിടെയൊക്കെ നമുക്ക് ഒന്ന് തിരയാം. ഇവിടെയൊക്കെയാണ് കാണിച്ചത്. എവിടെയാണ് ഗൈസ്? ഇവിടെ ഒരു സ്കോർപ്പിയോ ഉണ്ട്. ഇതന്നെയാണ് ഗൈസ് വണ്ടി. പക്ഷെ ഇവനെ നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് പോലീസുകാരനില്ലേ, അയാളെ കൊന്നപ്പോൾ ഇവനെ ഇന്നില്ല ആദ്യം കണ്ടത്. ഡാടാ എന്താടാ ഇവിടെ? അത് സാറ് അറിയേണ്ട ആവശ്യമില്ല. ഇതാ ഫ്രാങ്ക്ലിൻ്റെ വണ്ടിയല്ലേ? സാറപ്പോൾ ഒക്കെ അറിഞ്ഞു. അപ്പോൾ സാറിനെ ഇനി വെറുതെ വിട്ടാൽ എനിക്ക് പണിയാണ് സാറേ. നീ ഇന്ന് ചത്തിട്ടേ പോവുള്ളൂ സാറേ. ഇതൊക്കെ കുറേ കണ്ടതാ. എന്നാൽ കുറേ കണ്ടോ. ഇനി അടുത്ത ജന്മത്തിൽ നിന്നെ കാണാൻ പറ്റിയും കാണടാ. അല്ല പിന്നെ ചാവട്ടെ അവന്. അല്ല പിന്നെ നമുക്ക് ഇവനെ കൊന്നുണ്ട് സാറേ. സാറ് ഇവിടെ വന്നൂല്ലേ? ഈ ഫ്രാങ്ക്ലിനെ കണ്ടുപിടിക്കുകയും ചെയ്തു. അതിനെ നിന്റെ അടിയിൽ ബോംബുണ്ടറാ. എന്തു സാറേ? അയ്യോ അല്ല പിന്നെ ഫ്രാങ്ക്ലിനെ അങ്ങ് തട്ടി. അല്ല പിന്നെ അവൻ എന്നെ കൊല്ലാൻ നോക്കിയതാ. ഗൈസ് ഇതെന്താണ്? എന്താണ് ഇത്? അത് സാർ, ഈ സാറ് ഞങ്ങൾ എല്ലാവരും വന്നപ്പോൾ ഈ സാറായിരുന്നു ഫസ്റ്റ് വന്നേ. ഇപ്പോൾ നോക്കിയപ്പോൾ മരിച്ചു കിടക്കുന്ന കണ്ടേ. ഇത് എന്ത് തേങ്ങയാണോ? ഗൈസ് ഇന്ന് നമുക്ക് ഫുൾ പണിയാണ്. അത് നമുക്ക് തീർക്കാം ഗൈസ്. നമ്മുടെ വീഡിയോ ഇവിടെ 25 ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.